ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്ന അവസരത്തിൽ വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ഗസയിലുടനീളം നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇസ്രായേലിൻ്റെ പരാജയം ഗസ നിവാസികൾ ആഘോഷിക്കുന്നത് പോലെയാണ് ഈ ആഘോഷ പരിപാടികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹമാസിനെ ഗസയിൽ നിന്ന് തുടച്ചു നീക്കി ഗസയിൽ ഇസ്രായേലി ഭരണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേലി സൈന്യത്തിനും ഇസ്രായേലി ഭരണകൂടത്തിനും ഗസയിൽ കാണേണ്ടി വന്നത് ഇസ്രായേലി സൈന്യത്തിൻ്റെ ശവപ്പറമ്പായി ഗസ മാറുന്നതാണ്. വലിയ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളും വലിയ തരത്തിലുള്ള ആയുധശേഖരങ്ങളും അമേരിക്കയുടെ പരിപൂർണ പിന്തുണയും ഉപയോഗിച്ചുകൊണ്ട് ഗസയെ ചാമ്പലാക്കാൻ ശ്രമിച്ച ഇസ്രായേലിന് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ കൊന്നുകളയാൻ സാധിച്ചതല്ലാതെ മറ്റൊന്നും സാധിച്ചില്ല എന്ന് ചരിത്രം ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കുന്നു. ബന്ദിമോചനം സൈനികമായി ഉടൻ നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ഇസ്രായേലി സൈന്യം ഗസയിലേക്ക് വന്നപ്പോൾ ഇസ്രായേലി സൈന്യവും ഭരണകൂടവും വിചാരിച്ചത് വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകമോ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി പോരാമെന്നാണ്. പക്ഷേ അതല്ല അവർ പിന്നീട് കണ്ടത്. ചരിത്രപരമായ ഒരു ചെറുത്തുനിൽപ്പ് ഗസയിൽ ഇസ്രായേലിന് നേരിടേണ്ടി വന്നു. ആ ചെറുത്തുനിൽപ്പിൻ്റെ പ്രഹരശേഷിയിൽ ഇസ്രായേൽ സൈനികർ ഏറ്റവും കൂടുതൽ മരണപ്പെടാനുണ്ടായ ഒരു യുദ്ധമാണ് പിന്നീട് കണ്ടത്. ആയിരക്കണക്കിന് ഇസ്രായേലി സൈനികർ ചെന്ന് വന്ന് മരണത്തിന് കീഴടങ്ങി എന്നാണ് ഗസയിലേക്ക് പോയവരുടെ ചരിത്രം. ഗസ അവരെ കാത്തിരുന്നത് മരണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിരുന്നു. ഗസയിലെ നിരപരാധികൾക്കെതിരെ ഇപ്പോഴും വ്യോമാക്രമണം നടത്തുന്ന ഇസ്രായേൽ ഇപ്പോഴും ഭയപ്പെടുന്നത് ഒരുപക്ഷെ ഹമാസിൻ്റെ സൈനിക ശക്തിയെയാണ്. ഗസയിൽ 1.5 വർഷം യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ നിർവീര്യമാക്കാൻ പോയിട്ട് ഹമാസിനെ ഭയന്ന് പലയിടത്തു നിന്നും ഓടിപ്പോകേണ്ട ഗതികേടാണ് ഇസ്രായേലി സൈന്യത്തിന് സംഭവിച്ചത്. പലസ്തീൻ ജനതയുടെ ഒരുമിച്ചുള്ള ചെറുത്തുനിൽപ്പിന് ഇസ്രായേൽ തങ്ങളുടെ സൈനികരെ ബലികൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായി. അതിശക്തമായ പ്രതിരോധത്തിനൊടുവിൽ ഇനിയും തുടർന്നാൽ തങ്ങൾക്ക് മരണവും തോൽവിയും മാത്രമാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ഭരണകൂടം, ഇസ്രായേലിൻ്റെ സൈന്യം അവർ ഗസ വിട്ടു പോകുന്നു. ചരിത്രത്തിൽ പ്രതിരോധത്തിൻ്റെ വലിയ പാഠങ്ങൾ ഇസ്രായേൽ ഹമാസിൽ നിന്ന് പഠിക്കുകയാണ്. ഗസ കീഴടക്കി ഇസ്രായേലിൻ്റെ ഭാഗമാക്കും, ഇപ്പോൾ ഗസ ഇസ്രായേലിൻ്റെ ഭാഗമാകും എന്ന് കരുതി ഇറങ്ങിപ്പുറപ്പെട്ട തീവ്ര സയനിസ്റ്റുകൾക്ക് ഇസ്രായേലിൻ്റെ തോൽവിയുടെ മധുരം നുണയേണ്ടി വന്നു. ഗസ കൈപ്പേറിയ വിജയം ആഘോഷിക്കുമ്പോൾ ഇസ്രായേൽ തോൽവിയുടെ അതികഠിനമായ മധുരം കൊണ്ട് തലകറങ്ങി വീഴാതിരുന്നാൽ നന്നായിരുന്നു എന്ന നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രത്തോളം വലിയ പോരാട്ടങ്ങൾ ഗസയിൽ നടന്നു.